1971 നവംബർ 24 വടക്ക് പടിഞ്ഞാറൻ അമേരിക്കൻ ആകാശം കടുത്ത മഴയിലും മഞ്ഞിലും മുങ്ങി നിൽക്കുന്നു. ആയിരക്കണക്കിന് അടി ഉയരത്തിൽ പറക്കുന്ന ഒരു ബോയിങ് 727 വിമാനം പെട്ടെന്ന് പിൻവശത്തെ വാതിൽ തുറക്കപ്പെടുന്നു. അതിശൈത്യമുള്ള രാത്രിയിലേക്ക് $2 ലക്ഷം പണവും പേറി ഒരു മനുഷ്യനെടുത്ത് ചാടുന്നു. അതിനുശേഷം ഇന്നുവരെ 50-ലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ മനുഷ്യൻ ആരാണെന്നോ അയാൾ ജീവനോടെ ഉണ്ടോ എന്നോ ലോകത്തിന് അറിയില്ല. FBI പോലും തോറ്റുകൊടുത്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ ആകാശ കവർച്ചയുടെ കഥ. DB കൂപ്പർ. പോർട്ട്ലാൻഡിൽ നിന്ന് സിയാറ്റിലേക്ക് പോകുന്ന വെയിൻ ക്രൂയിസ് ഫ്ലൈറ്റിൽ ഡാൻ കൂപ്പർ എന്ന പേരിൽ ഒരാൾ ടിക്കറ്റ് എടുക്കുന്നു. കറുത്ത സ്യൂട്ടും വെളുത്ത ഷർട്ടും കറുത്ത ടൈയും ധരിച്ച വളരെ ശാന്തനായ ഒരു വ്യക്തി. വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഉടനെ അയാൾ എയർ ഹോസ്റ്റസിന് ഒരു കുറിപ്പ് കൈമാറി. ആദ്യം അതൊരു ഫോൺ നമ്പർ ആയിരിക്കുമെന്ന് കരുതിയ എയർ ഹോസ്റ്റസിനോട് അയാൾ ശാന്തനായി പറഞ്ഞു, മാഡം, ആ പേപ്പർ ഒന്ന് വായിച്ചു നോക്കൂ, എന്റെ ബാഗിൽ ബോംബുണ്ട്. വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ അയാൾ ആവശ്യപ്പെട്ടത് യാത്രക്കാരെ ഉപദ്രവിക്കാനല്ല, 4 പാരഷൂട്ടുകളും $1 ലക്ഷം 2 കെട്ട് കറൻസികളും. സിയാറ്റിൽ എയർപോർട്ടിൽ വിമാനം ഇറങ്ങിയപ്പോൾ ആവശ്യപ്പെട്ട പണവും പാരച്യൂട്ടുകളും അധികൃതർ നൽകി. കൂപ്പർ വളരെ മാന്യമായി എല്ലാ യാത്രക്കാരെയും സുരക്ഷിതമായി പുറത്തിറക്കി. തുടർന്ന് വിമാന ജീവനക്കാരുമായി വിമാനം വീണ്ടും റീഫ്യൂവൽ ചെയ്ത് മെക്സിക്കോയിലേക്ക് പറക്കാൻ ആവശ്യപ്പെട്ടു. വിമാനം വളരെ താഴ്ന്ന് വേഗത കുറച്ച് പറക്കണമെന്നതായിരുന്നു അയാളുടെ നിബന്ധന. രാത്രി 8 മണിയോടെ വിമാനം വാഷിംഗ്ടണിലെ കനത്ത വനമേഖലയ്ക്ക് മുകളിലൂടെ പറക്കുകയായിരുന്നു. പുറത്ത് 0 ഡിഗ്രിക്ക് താഴെയുള്ള തണുപ്പ്, ശക്തമായ മഴ, കട്ടാക്കട്ട ഇരുട്ട്. രാത്രി 8:13 വിമാനത്തിന്റെ പിൻവശത്തെ സ്റ്റെയർ കേസ് വാതിൽ തുറക്കപ്പെട്ടതായി പൈലറ്റുമാർക്ക് മുന്നറിയിപ്പ് ലഭിച്ചു. അതെ, 10,000 അടി ഉയരത്തിൽ നിന്ന് കറുത്ത സ്യൂട്ടും ധരിച്ച് 21 കിലോഗ്രാം തൂക്കമുള്ള പണച്ചാക്കുമായി DB കൂപ്പർ ആ ഇരുട്ടിലേക്ക് ചാടി. പിറ്റേന്ന് രാവിലെ മുതൽ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരച്ചിൽ നടന്നു. FBI, സൈന്യം, ഹെലികോപ്റ്ററുകൾ ഏക്കറുകളോളം വരുന്ന മരങ്ങൾ അരിച്ചുവർക്കി. പക്ഷെ ഒരൊറ്റ തെളിവ് പോലും കിട്ടിയില്ല. വരണ്ട കാലാവസ്ഥയോ അത്യാധുനിക ഉപകരണങ്ങളോ ഇല്ലാതെ അത്രയും തണുപ്പുള്ള രാത്രിയിൽ പാരച്യൂട്ട് ഉപയോഗിച്ച് ചാടിയ അയാൾ കൊല്ലപ്പെട്ടിരിക്കാം എന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ മൃതദേഹമോ അയാൾ ഉപയോഗിച്ച പാരച്യൂട്ടോ ഇന്ന് വരെ കണ്ടെത്താനായിട്ടില്ല. 1980 ഒരു കുട്ടി ആ നദിക്കരയിൽ നിന്ന് കൂപ്പറിന് നൽകിയ പണത്തിലെ ഏതാനും നോട്ടുകൾ പഴകിയ നിലയിൽ കണ്ടെത്തി. അതാണ് ഈ കേസിലെ ഏക തെളിവ്. ആരായിരുന്നു DB കൂപ്പർ? അയാൾ ജീവനോടെ രക്ഷപ്പെട്ട് ആ പണവുമായി സുഖമായി ജീവിച്ചോ, അതോ ആ രാത്രിയിലെ കൊടുങ്കാറ്റിൽ അയാൾ മരിച്ചു വീണോ? ദശാബ്ദങ്ങൾ നീണ്ട അന്വേഷണത്തിന് ശേഷം 2016 FBI ഈ കേസിന്റെ അന്വേഷണം ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. ആകാശത്തിൽ നിന്ന് വന്ന് ആകാശത്തിലേക്ക് തന്നെ അപ്രത്യക്ഷനായ ആ അപരിചിതൻ ഇന്നും അമേരിക്കൻ ചരിത്രത്തിലെ തെളിയാത്ത ഏറ്റവും വലിയ നിഗൂഢതയായി തുടരുകയാണ്.